ഗുഡ് മോർണിംഗ് ടു ആൾ. ഞാൻ കണ്ണൻ. ഇപ്പോൾ ഇന്ന് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മളുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോർമൽ ലൈഫിൽ വളരെ തിരക്ക് പിടിച്ച ജീവിത രീതികളായിരുന്നു നമ്മുടേതെല്ലാം. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഒരു ഡേ അവസാനിക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മൾ നമ്മുടെ ഓഫീസിനെ കുറിച്ചോ നമ്മുടെ ജോലി സ്ഥലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ചോ സ്കൂളുകളുടെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വറിയിടല്ലാതെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ബാക്കപ്പ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിയിരുന്ന പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു എന്നൊരു തിരിച്ചറിവാണ് സത്യത്തിൽ ഈ ലോക്ക്ഡൗൺ പീരീഡ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ 10 മണിക്ക് എത്തേണ്ട ആളുകൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാട്, എങ്ങാനും ഒരു 10 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെയാണ്. ഓഫീസിൽ ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഫയലുകളുണ്ട്, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ഇന്ന് തന്നെ തീർത്തു കൊടുക്കേണ്ട ജോലികളുണ്ട്, കുട്ടികളുടെ സ്കൂളുകളിൽ അവരുടെ റിസൾട്ടിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ പോകണം. അങ്ങനെ നമുക്ക് ഒരുപാട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വിഷയങ്ങളുടെ എല്ലാം സ്ഥാനം എവിടെയാണ്? അതൊന്നും ഒരു മാറ്ററേ അല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനപ്പെട്ടതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ അപ്രധാനമായി മാറുന്നു. ഇപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി നിങ്ങളോട് പറയാം. ഒരു അച്ഛനും മകളുടെയും ഒരു സ്റ്റോറിയാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. മകള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്. സാധാരണ മകളുടെ റൂമിൽ അച്ഛൻ ചെന്ന് കഴിഞ്ഞാൽ കാണാറുള്ളത് അലക്ഷ്യമായിട്ട് പുസ്തകങ്ങളും വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ട് വളരെ അലക്ഷ്യമായിട്ടാണ് റൂം മകൾ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു ദിവസം അച്ഛൻ മകളുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ പുസ്തകങ്ങളെല്ലാം വളരെ ചിട്ടയായി അടക്കി വെച്ചിരിക്കുന്നു, ഡ്രസ്സുകളെല്ലാം വളരെ നീറ്റായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു. അച്ഛനാകെ വണ്ടറടിച്ചു പോയി. കാരണം ഒരിക്കലും മകളുടെ മുറി ഇങ്ങനെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അച്ഛന് എന്തോ ഒരു പന്തികേട് തോന്നി, എന്തോ ഒരു സംതിങ് റോങ് അവിടെ ഉണ്ടായി എന്ന് അച്ഛന് തോന്നി. അപ്പം അച്ഛൻ നോക്കുമ്പോൾ മകളുടെ മേശപ്പുറത്ത് ഒരു എഴുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ മിടിക്കുന്ന ഹൃദയത്തോട് കൂടിയിട്ട് ആ ലെറ്റർ എടുത്ത് തുറന്നു വായിച്ചു. ആ ലെറ്ററിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട അച്ഛൻ വിഷമിക്കരുത്. ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോവുകയാണ്. ഞാനും അവനുമായി വളരെ പ്രണയത്തിലാണ്. അവൻ എന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അതെനിക്ക് എങ്ങനെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ എൻ്റെ പേര് അവൻ പച്ച കുത്തിയിട്ടുണ്ട്. പിന്നെ അവന് വേറെയും ഒരുപാട് കാമുകിമാരുണ്ട്. പക്ഷെ എങ്കിലും അതിലെല്ലാം പ്രഥമ സ്ഥാനം അവൻ എനിക്കാണ് നൽകുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും അച്ഛൻ അത്ര ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കാടിൻ്റെ ഭാഗത്തായിട്ടൊരു ചെറിയൊരു കുടിലുണ്ട്. ആ കുടിലാണ് ഞങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ കഞ്ചാവിൻ്റെ കൃഷി അവനുണ്ട്. ആ കഞ്ചാവ് കൃഷി ചെയ്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കുറേ ഫ്രണ്ട്സുകൾ ഇസ്രായേലിലുണ്ട്. അപ്പോൾ അവൻ എന്നെ ഇസ്രായേലിലേക്ക് അയക്കാമെന്നും ഞാൻ അവിടെ ചെന്ന് ജോലിയിൽ കയറിയതിന് ശേഷം അവൻ പുറകെ വരാം എന്നുമാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാവിയെക്കുറിച്ച് അച്ഛൻ തീരെ ആശങ്കപ്പെടേണ്ട. കാരണം ഞാൻ നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അച്ഛൻ
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയായിരുന്നു ലെറ്ററിലുണ്ടായിരുന്നത്. ലെറ്റർ വായിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിറയ്ക്കുന്ന കൈകളോടെ അച്ഛൻ മുകളിലേക്കും താഴേക്കും നോക്കി. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് ഒരു പേരും അറിയാത്ത ഒരു പയ്യന്റെ കൂടെ പോയിരിക്കുന്നു. അവര് ജീവിക്കുന്ന കാര്യങ്ങള്, പ്രേമത്തിന്റെ കാര്യങ്ങള് എല്ലാം എഴുതിയിരിക്കുന്നത്. എന്തായിരിക്കും അവരുടെ ലൈഫ് എന്നാലോചിച്ചിട്ട് അച്ഛൻ ഒരു എഴുത്തും പിടിയും കിട്ടിയില്ല. അച്ഛൻ തളർന്ന് അവിടെ കസേരയിലിരുന്നു. ലെറ്റർ മേശപ്പുറത്ത് വെച്ചു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാറ്റ് വന്ന് ഈ ലെറ്റർ ഒന്ന് പറന്ന് താഴേക്ക് വീണു. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പുറകു വശത്ത് വേറെ കുറേ വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. അച്ഛൻ അതെടുത്ത് വായിച്ചു. അത് വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ ഈ എഴുത്ത് വായിച്ച് വളരെയധികം വിഷമിച്ചു എന്ന് എനിക്കറിയാം. അച്ഛൻ വിഷമിക്കേണ്ട. കാരണം ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യമല്ല. ഞാൻ ആരുടെ കൂടെയും ഒളിച്ചോടി പോകുന്നില്ല. ഞാൻ തൊട്ടപ്പുറത്തെ രമണി ചേച്ചിയുടെ വീട്ടിലുണ്ട്. ഇപ്പോൾ ഈ എഴുത്ത് ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലാണ്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഇതുപോലത്തെ റിലേറ്റീവായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ടും എനിക്കറിയാം. പക്ഷെ ഞാനും അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എനിക്ക് അച്ഛനെയും കുടുംബത്തെയും അത്രയും പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ ഞാൻ എഴുതാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കണക്ക് പരീക്ഷയുടെ പേപ്പർ കിട്ടി, ഞാൻ തോറ്റു. അപ്പോൾ എൻ്റെ ആൻസർ ഷീറ്റ് അച്ഛൻ്റെ ആ മേശവലിപ്പിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഗുരുതരമായ പ്രശ്നത്തിനേക്കാൾ വലുതല്ല ഞാൻ കണക്ക് പരീക്ഷയിൽ തോറ്റത് എന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ, അച്ഛൻ ആ പരീക്ഷാ പേപ്പറിൻ്റെ അടിയിൽ ഒന്ന് സൈൻ ചെയ്തു തരണം. ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ആ ലെറ്ററിൽ ചുരുക്കുന്നു സ്വന്തം മകൾ. ഒന്നും ആലോചിച്ചില്ല. അച്ഛൻ ഉടനെ തന്നെ കണക്ക് പരീക്ഷയുടെ പേപ്പർ എടുത്ത് അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിട്ട് നേരെ മേശവലിപ്പിൽ വെച്ചു. ഇത്രയും നാള് വളർത്തി വലുതാക്കിയ ഒരു മകള് കൈവിട്ടു പോയി എന്നുള്ളൊരു പ്രശ്നത്തിന്റെ മുന്നിൽ ഈ കണക്ക് പരീക്ഷയുടെ തോൽവി എന്നുള്ള വിഷയം എത്രയോ ചെറിയ വിഷയമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പൊരുൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ കണക്ക് പരീക്ഷ സ്വാഭാവിക കണ്ടീഷനിൽ ഈ മകളുടെ അടുത്ത് കണക്ക് പരീക്ഷയുടെ പേപ്പർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രതികരണം എന്തായിരിക്കും? എന്നാൽ മകൾ ഇങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയായി മാറി? അപ്പോൾ നമ്മൾ വലിയ ആനക്കാരിയാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ വളരെ ചെറുതായി തോന്നും. അപ്പോൾ ഈ ലോക്ക്ഡൗൺ പീരീഡ് സത്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു തിരിച്ചറിവിനുള്ള ഒരു സമയമായിട്ട് കണക്കിലെടുത്ത് എല്ലാവരും നമ്മൾ എവിടേക്കാണ് ഓടിക്കൊണ്ടിരുന്നത് ആ ഓട്ടം ഒന്ന് നിർത്തി നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് നിന്ന് ചിന്തിക്കേണ്ട ഒരു ടൈമായിട്ട് എടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കലങ്ങിയ ഒരു ജലാശയത്തിലേക്ക് ഒരു നാണയത്തൊട്ട് വീണ് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ തെരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ആ വെള്ളത്തിൽ നിന്നൊന്ന് കയറി നിന്ന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന നാണയം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുകയും അത് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും എല്ലാം ശാന്തമാക്കി ആ തെളിഞ്ഞ ജലാശയത്തിലെ നാണയത്തൊട്ടെടുക്കുന്നത് പോലെ നമ്മുടെ അസ്തിത്വത്തെ തിരിച്ചറിയാനുള്ള ഒരു സമയമായി ഈ പീരീഡിനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം കണ്ണൻ.